മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഉറുമ്പുകൾ ധാന്യമണികൾ ശേഖരിച്ചു വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ലക്ഷദ്വീപുകാരുടെ അവസ്ഥയും. ഇപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലം കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. ഞങ്ങൾ ബരിശം എന്ന് പറയും. ആ ബരിശം തുടങ്ങുമ്പോൾ പിന്നെ ബേപ്പൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നുമുള്ള ഒരു സർവീസുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് മാസത്തിൽ 1-2 തവണ വരുന്ന കപ്പലുകൾ മാത്രമാണ്. എന്നാൽ ആ കപ്പലുകളിൽ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വരുന്നതല്ലാതെ അധികം സ്റ്റേഷനറി സാധനങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി ലക്ഷദ്വീപുകാർ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ഉരുകളിലുമൊക്കെ പരമാവധി സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ ശേഖരിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിൽ എത്തിയിരിക്കുന്ന ഒരു മഞ്ജുവിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല കീളാപാടൊക്കെ പോയി വീശി ആടിയല്ല കാറ്റേ. അക്കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല കീളാപാടൊക്കെ പോയി വീശി ആടിയല്ല കാറ്റേ. കാറ്റേ കാറ്റേ കാറ്റേലങ്കണ്ണി കാറ്റേ നീയുണ്ടോ ഞങ്ങളെ കോലോടം കണ്ട നാം കണ്ട മംഗലപുരത്തെല്ലാം എന്ന് ചെയ്യണ്ട പൊന്നും പേശി മൂടയേറ്റണ്ട മൂടയും ഏറ്റിക്കൊണ്ടപ്പ ബരുവ. അക്കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല കീളാപാടൊക്കെ പോയി വീശി ആടിയല്ല കാറ്റേ. അക്കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല കീളാപാടൊക്കെ പോയി വീശി ആടിയല്ല കാറ്റേ.